ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് കെമിസ്ട്രി പഠിച്ചാലോ? വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്കിന്ന് പഠിക്കാം. കെമിസ്ട്രി എന്ന സബ്ജക്റ്റ് എല്ലാവർക്കും മനസ്സിൽ വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും, ഇല്ലേ? പക്ഷെ അങ്ങനെയല്ല. കെമിസ്ട്രി നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. സോ ലെറ്റ് വി സ്റ്റാർട്ട് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കെമിസ്ട്രി. വാട്ട് ഈസ് കെമിസ്ട്രി? നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കെമിസ്ട്രി എന്താണെന്നാണ്. കെമിസ്ട്രി ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ആൻഡ് it is the study of compositions, structure, properties and reactions of matter. അതായത് ദ്രവ്യത്തിന്റെ രൂപീകരണം, ഘടന, സവിശേഷത, പ്രതിപ്രവർത്തനം എന്നിവയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് രസതന്ത്രം. ഇനി കുട്ടികളെ, നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് രസതന്ത്ര ശാഖകളെ പറ്റിയിട്ടാണ്. അതായത് the 5 main branches of chemistry. പ്രാഥമിക രസതന്ത്ര ശാഖകൾ. അവയുടെ പേരുകളൊക്കെ നമുക്ക് മനസ്സിലാക്കണ്ടേ? എന്നാൽ അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തേത് ഓർഗാനിക് കെമിസ്ട്രി, കാർബണിക രസതന്ത്രം. രണ്ടാമത്തേത് ഇനോർഗാനിക് കെമിസ്ട്രി, അജൈവ രസതന്ത്രം. മൂന്നാമത്തേത് അനലിറ്റിക്കൽ കെമിസ്ട്രി, വിശ്ലേഷക രസതന്ത്രം. നാലാമത്തേത് ഫിസിക്കൽ കെമിസ്ട്രി, ഭൗതിക രസതന്ത്രം. ബയോ കെമിസ്ട്രി ആണ് ഏറ്റവും അവസാനത്തേത്. നമ്മളിപ്പോൾ 5 രസതന്ത്ര പ്രാഥമിക ശാഖകളെ പറ്റി പറഞ്ഞു. ഇനി അവയെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. അപ്പോ ആദ്യത്തെ ബ്രാഞ്ച് ഏതാന്ന് വെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി. It deals with the structure, synthesis and properties of organic compounds contains carbon. അതായത് കാർബണിക സംയുക്തങ്ങളുടെ ഘടന, സവിശേഷതകൾ, പ്രതിപ്രവർത്തനം, നിർമ്മാണം എന്നിവയെ പറ്റി പ്രതിപാദിക്കുന്ന രസതന്ത്ര ശാഖയാണ് കാർബണിക രസതന്ത്രം. ഇവയ്ക്ക് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു നോക്കിയാലോ? പെയിന്റ്സ്, ഫുഡ്സ്, പെട്രോകെമിക്കൽസ് എന്നിവയ്ക്കാണ്. അതായത് പെയിന്റ്, ഭക്ഷ്യപദാർത്ഥങ്ങൾ, പ്രകൃതി വാതകങ്ങൾ എന്നിവയൊക്കെയാണ്. അപ്പോ ഈ ചെറിയ ഒരു ഭാഗം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് അടുത്ത രസതന്ത്ര ശാഖയെ പറ്റി പഠിക്കാം. ഇനോർഗാനിക് കെമിസ്ട്രി, അജൈവ രസതന്ത്രം. അതെന്താണ് നമുക്ക് നോക്കാം. It deals with the structure, synthesis and properties of inorganic compounds contains metals and non-metals having no carbon. അതായത് അജൈവ സംയുക്തങ്ങളുടെ സമന്വയവും സ്വഭാവവും ലോഹ അലോഹ സംയുക്തങ്ങളുടെ പ്രത്യേകതകളും കാർബൺ സാന്നിധ്യമില്ലാത്ത സംയുക്തങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയും പ്രതിപാദിക്കുന്ന രസതന്ത്ര ശാഖയാണ് അജൈവ രസതന്ത്രം. ഇവയുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു നോക്കിയാലോ? ഏതൊക്കെയാണോ? മെഡിസിൻസ്, സർഫക്റ്റൻസ് ആൻഡ് ഫ്യൂൽസ്. അതായത് മരുന്നുകൾ, ഉപരിതല പദാർത്ഥങ്ങൾ, ഇന്ധനങ്ങൾ. ഉപരിതല പദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഡിറ്റർജന്റുകൾ ഇല്ലേ, സോപ്പുകളൊക്കെ. അവയൊക്കെയാണ് ആ ഭാഗത്ത് നമ്മൾ പരാമർശിച്ചു പോകുന്നത്. ഇപ്പൊ ഈ ഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലായില്ലേ? കുട്ടികളെ, ഇനി നമ്മൾ മൂന്നാമതായി പഠിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശാഖയാണ് അനലിറ്റിക്കൽ കെമിസ്ട്രി, അതായത് വിശ്ലേഷക രസതന്ത്രം. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമുക്ക് നോക്കാം. It deals with the separation, identification, quantification of matter. അതായത് കൃത്രിമവും സ്വാഭാവികവുമായ രാസവസ്തുക്കളെ വേർതിരിക്കൽ, തിരിച്ചറിയൽ, അളവ് നിർണ്ണയം നടത്തൽ എന്നീ പ്രക്രിയകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് വിശ്ലേഷക രസതന്ത്രം. അതായത്
ഇതിന് എക്സാമ്പിൾസ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഫുഡ് ടെസ്റ്റിംഗ്, ഫോറൻസിക്സ് അതായത് ഭക്ഷ്യ സുരക്ഷിതത്വം നടത്തല്, അതുപോലെ കുറ്റാന്വേഷണം നടത്തല്, ഇതൊക്കെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇത് മനസ്സിലായോ? കുട്ടികളെ, ഇനി നമ്മൾ നാലാമതായി പഠിക്കാൻ പോകുന്ന ശാസ്ത്രശാഖയാണ് ഫിസിക്കൽ കെമിസ്ട്രി, അതായത് ഭൗതിക രസതന്ത്രം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് ഭൗതിക രസതന്ത്രം എന്ന് നമുക്ക് പഠിക്കാം. It deals with the study of the effect of chemical structures, physical properties of a substance. അതായത് പദാർത്ഥങ്ങളുടെ ആന്തരിക ഘടനയെ പറ്റിയും സ്ഥിരതയെ പറ്റിയും ഭൗതിക കാരണങ്ങളെ പറ്റിയും പഠിക്കുന്ന ശാസ്ത്രശാഖയാണിത്. ഇതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതായത് സർഫസ് കെമിസ്ട്രി, ഉപരിതല ശാസ്ത്രം, തെർമോ കെമിസ്ട്രി, താപ രസതന്ത്രം. അപ്പൊ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി അവസാനമായി കുട്ടികളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ശാസ്ത്രശാഖയെ പറ്റിയിട്ടാണ്. ഇത് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണ്. പേരെന്താന്ന് പറയാൻ പറ്റുമോ? ബയോ കെമിസ്ട്രി, അതായത് ജീവ രസതന്ത്രം. അതെന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ലിവിംഗ് തിങ്സ്. അതായത് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങളെ പറ്റിയും രാസപ്രക്രിയകളെ പറ്റിയും പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണിത്. അപ്പൊ ഇതിന് എക്സാമ്പിൾസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഈ ഭാഗത്തുള്ളത്. അതായത് ഫോട്ടോസിന്തസിസ്, പിന്നെ ഹ്യൂമൻ ബോഡി മെക്കാനിസംസ്, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ സംശ്ലേഷണം, മനുഷ്യ ശരീര പ്രവർത്തനങ്ങൾ. അപ്പൊ നമ്മള് 5 ശാസ്ത്ര ശാഖകളെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ.